എവിടെ? Magic morning. Morning. ആഹാ. Magic morning. Magic morning. എന്താ ഓണായിട്ട് എല്ലാവരും Morning. കാണില്ലല്ലോ. ഓണാക്കിക്കോളി, ക്യാമറ ഓണാക്കിക്കോളി. സ്റ്റാർട്ട് ചെയ്യാം. മണി സാർ കേൾക്കുന്നുണ്ടോ? റെഡി സാർ, റെഡി. കേൾക്കുന്നുണ്ടല്ല. ഓക്കെ. എന്തായിരുന്നു ഇന്നത്തെ ടോപ്പിക്ക്? സീസമം ഇൻഡിക്കം എന്നോ ഇത് പറഞ്ഞിട്ടാണ്. എന്താണ് ആ സാധനം എന്ന് ആർക്കെങ്കിലും മനസ്സിലായെന്ന് ടൈപ്പ് ചെയ്തേ. മനസ്സിലായിട്ടുണ്ടെങ്കിൽ എസ് എന്ന് ടൈപ്പ് ചെയ്ത്. സീസമേന്റിക്കം പറഞ്ഞാൽ എന്താ സംഭവം? ആർക്കും മനസ്സിലായിട്ടില്ല? ഒന്ന് ടൈപ്പ് ചെയ്ത്. നോ, മനസ്സിലായിട്ടില്ല. പിന്നെ ഒരാൾക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ആ പോസ്റ്റർ കണ്ടിട്ട് എള്ളുമായിരുത്ത ഒരു സാധനം പോലെയല്ലേ, കറുത്ത എള്ളുമായിരുത്ത. വേറൊരു പോസ്റ്ററാണ് ഞാൻ അജിസമേമിന് വിട്ടുകൊടുത്തത്. പക്ഷെ അജിസമേം എന്ത് ചെയ്തു? അതൊരു ചിത്രം വേറൊരു ചിത്രമാക്കിയിട്ട് വിട്ടിട്ടുണ്ട്. എന്തായാലും സംഭവം അതന്നെയാണ്, എള്ളാണ്. എള്ളിന്റെ ശാസ്ത്രീയ നാമാണ്. അപ്പോ ശാസ്ത്രീയ നാമം അജിസമയം എന്ത് ചെയ്തിട്ടുണ്ടാവും? അടിച്ചു നോക്കിയിട്ടുണ്ടാവും എന്താ സംഭവം. ഞാനൊരു നല്ല മുടിയുള്ളൊരു ലേഡിയുടെ ചിത്രമാണ് വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇനി ആരെ ക്യാമറ ഓണാക്കാനുള്ളത്? ഓണാക്കിയിട്ട് വേണം തുടങ്ങാൻ വെച്ചിരിക്കുക. എള്ളുകൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാം? എണ്ണ ഉണ്ടാക്കാം. എള്ളുകൊണ്ട് ഉണ്ടാക്കി തിന്നാം. ന്യൂട്രി ലഡു ഉണ്ടാക്കാം. എള്ളും കടലയും ഗോതമ്പും ഒക്കെ വറുത്ത് പൊടിച്ച് തേങ്ങയൊക്കെ ചേർത്ത് നല്ല അടിപൊളിയായിട്ടൊരു പോലെ ഉണ്ടാക്കി കഴിക്കാം. എള്ളു കൊണ്ട് എന്തുണ്ടാക്കാന്ന് ചോദിച്ചപ്പോ സിന്ധുമാൻ പറയണ ഉണ്ട. വേറെ എള്ളുകൊണ്ട് പായസം ഉണ്ടാക്കിയുണ്ട് ആരെങ്കിലും? എള്ളുകൊണ്ട് പായസം ഉണ്ടാക്കാം. എള്ളെണ്ണ തേക്കാം, തലേ തേക്കാം. ഞാൻ പറഞ്ഞു, എള്ളെണ്ണ അയണാണ്. എള്ളുകൊണ്ട് എള്ളു തലയിൽ തേക്കാൻ കഴിയോ? എല്ലാം ആട്ടി എണ്ണ എടുത്തിട്ട് തലയാക്കാന്ന് പറയുന്നത്. എണ്ണ എടുത്ത് കണ്ടണ്ട. ശരി, ഓക്കെ. ഞാൻ വിചാരിച്ചു എള്ളു തലയിൽ തേക്കും. പലഹാരത്തിലേക്ക് എള്ളിടലുണ്ട്. ഇടലുണ്ട്. ഓക്കെ. ഉണ്ണിയപ്പം നെയ്യപ്പൊക്കെ ഉണ്ടാക്കുമ്പം അച്ചപ്പൊക്കെ ഉണ്ടാക്കുമ്പോ അതിലൊക്കെ എള്ള് വെതറും. എന്ത് പലഹാരം ഉണ്ടാക്കുമ്പോഴും എള്ള് ചേർക്കും. അതെ, ചേർക്കാം. അപ്പൊ എള്ളൊരു നല്ല ഒരു ഔഷധം കൂടിയാണ്. എള്ള് കൃഷി ചെയ്തത് കണ്ടിട്ടുണ്ടോ? എള്ളിങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പാക്കറ്റ് ആക്കി കണ്ടിട്ടുണ്ട് എന്നല്ലാതെ കൃഷി ചെയ്തത് കണ്ടിട്ടുണ്ട് ആരെങ്കിലും? ഇല്ല. അയ്യോ, എള്ള് കൃഷി ചെയ്ത് കണ്ടവരാ? ഒന്ന് ടൈപ്പ് ചെയ്ത് കണ്ടവര്. എല്ലൊന്നും ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ട്. ഒരു ചെറിയ ചെടിയില് അത്യാവശ്യം മുട്ടോളം വലുപ്പമുള്ള, അല്ലെങ്കിൽ അതിലേറെ കുറച്ചുകൂടി വലുപ്പമുള്ള ഒരു ചെടിയില് ഓരോന്നായിട്ട് ഓരോ കമ്പില് 1, 2 ആയിട്ട് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് എള്ള്. അതിന്റെ ഉള്ളില് കുറെ എള്ളുകുരുണ്ടാവും. ഒരു കായന്റെ ഉള്ളില്
കുറെ എള്ളുണ്ടാവും. അത് ചെടി വെട്ടിയെടുത്ത് ഉണക്കി അടിച്ച്, അന്നത്തെ പഴയ കാലത്തൊക്കെ അടിച്ചലായിരുന്നു, പിന്നീട് മെഷീൻ വന്നു. അതിനുശേഷം ആ കുരുകളൊക്കെ പുറത്ത് കളഞ്ഞ് അത് ക്ലിയർ ആക്കി പാക്കറ്റാക്കി വരുന്നതാണ് നമ്മൾ കാണുന്ന എള്ള്. ഈ നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി നല്ല പശുവിൻ നെയ്യിൽ ഇങ്ങനെ വറുക്കുക. വറുത്തിട്ട് ആ ഉള്ളി ഇങ്ങനെ മുരിഞ്ഞു വരുന്ന സമയത്ത് അതിലേക്ക് എള്ള് ഇടണം. എള്ള് വറുത്തിടണം. ആദ്യം എള്ള് വറുത്ത് വെക്കണം. എന്നിട്ട് ആ വറുത്ത എള്ള് അതിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ശർക്കര ചേർത്തിട്ട് ഉണ്ടയാക്കിയിട്ട് കഴിക്കാം. അതല്ലാതെ ശർക്കര പാനി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് വറുത്ത എള്ളിട്ടിട്ട് അങ്ങനെയും ഉണ്ടാക്കും. ഇങ്ങനെ പല രീതിയിലും എള്ളുണ്ട്, നല്ലതാണ്. എള്ളുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു നല്ല ഔഷധം പറഞ്ഞുതരാം. ഏകദേശം 1 കിലോ എള്ളാണെങ്കിൽ ആ എള്ള് ആദ്യം കഴുകി വൃത്തിയാക്കണം. കഴുകി വൃത്തിയാക്കിയിട്ട് അരിക്കണം. കാരണം അതിന് കല്ലുണ്ടാകാൻ സാധ്യതയുണ്ട്. എള്ളിൽ കല്ലുണ്ടാവും, ചെറിയ ചെറിയ കല്ലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ കല്ലുകളൊക്കെ അരിച്ച് കളയണം. അരിച്ച് കളയാന്ന് പറയുമ്പോൾ ഈ ചട്ടിയിലിട്ടുണ്ട് ഇങ്ങനെ അരിക്കണ പരിപാടി ഉണ്ട്. ആർക്കെങ്കിലും അറിയത് എള്ളരിക്കല്? എവിടെ അല്ല. എള്ള് വേറെയും കല്ല് വേറെയും ആക്കിയിട്ട് അരിച്ചെടുക്കും. എന്നിട്ട് അത് കഴുകി വൃത്തിയാക്കി അരിച്ചെടുത്ത് ഉണക്കിയെടുക്കണം. എന്നിട്ട് ആ എള്ള് വറുക്കണം. അപ്പോഴാണ് യഥാർത്ഥമായ എള്ളിന്റെ ഗുണം നമുക്ക് ലഭിക്കുള്ളൂ. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എള്ള്? ഉണ്ട്. എന്നിട്ട് അത് വറുത്ത് പൊടിച്ചതിന് ശേഷം അതിലേക്ക് ഏകദേശം 1 കിലോനാണെങ്കിൽ അതിലേക്ക് 400 ഗ്രാം 2 കൽക്കണ്ടവും ചേർക്കാം. കൽക്കണ്ടം ചേർക്കാം. പനശർക്കരയുടെ കൽക്കണ്ടുണ്ട്, പനക്കൽക്കണ്ടം. അത് കണ്ടിട്ടുണ്ടോ? അത് കണ്ട ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത്. പനന്റെ കൽക്കണ്ടം, ശർക്കര കൽക്കണ്ടം കണ്ടിട്ടുണ്ടോ? പഞ്ചസാര കൽക്കണ്ടം കണ്ടിട്ടുണ്ടോ? പക്ഷെ ശർക്കര കൽക്കണ്ടം കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? മണിസാറിന് അറിയാം? അറിയാം സാർ, കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. രണ്ടും ചേർക്കാം. കൽക്കണ്ടത്തിന് മറ്റേ കൽക്കണ്ടം പോലത്തെ മധുരം ഉണ്ടാവില്ല, മധുരം കുറവാണ്. ബ്രൗൺ നിറോ അല്ലേ? ബ്രൗൺ നിറം. ബ്രൗൺ നിറാണ്. രണ്ടും ഉപയോഗിക്കട്ടോ. 2 കൽക്കണ്ടം ഉപയോഗിക്കാം. ഇത് ചേർക്കുക 400 ഗ്രാം. ഒരു 50 ഗ്രാം ചുക്ക് പൊടിച്ച് ചേർക്കുക. 50 ഗ്രാം ചുക്ക് പൊടിച്ച് ചേർക്കുക. എന്നിട്ട് ഇത് മൂന്നും കൂടി മിക്സ് ആക്കി വെക്കുക. ഒരു ഭരണിയിൽ സൂക്ഷിക്കാം, കേടുവരൂല. അത് 1 ടീസ്പൂൺ വീതം 2 നേരമൊക്കെ കഴിച്ചാൽ മെലിഞ്ഞ ശരീരക്കാർക്ക് തടിക്കാൻ നല്ലതാണ്. തൊണ്ടവേദന, അതുപോലെ തന്നെ കഫക്കെട്ട് പോലുള്ള രോഗത്തിനും നല്ലതാണ്. ഞാനൊന്ന് കഴിച്ചു നോക്കിയുണ്ട്, എങ്ങനെ ഉണ്ട് അറിയാലോ. 1 കിലോ എള്ള്, അതിലേക്ക് 400 ഗ്രാം പനകൽക്കണ്ടം, ചുക്ക്, 50 ഗ്രാം ചുക്ക്, ഇത്ര ഉള്ളൂ. ചെയ്യാം. അത് എള്ളും ചെയ്യണം. ആദ്യം കഴുകി അതിന്റെ കല്ല് കളഞ്ഞിട്ട് വേണം ഉണക്കി പൊടിച്ച് ഉണ്ടാക്കി വെക്കണം. കൽക്കണ്ടം വേറെ പൊടിക്കുക, ചുക്ക് വേറെ പൊടിക്കുക. അതിനുശേഷം മൂന്നുകൂടി മിക്സ് ആക്കുക. അതേപോലെ തന്നെ പഴയ കാലത്ത് എണ്ണ തേച്ച് കുളിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എണ്ണ തേച്ച് കുളിക്കുക എന്ന സംഭവം ഇപ്പൊ ഇല്ല. സമയമില്ല. വർഷത്തിൽ ഒരിക്കലെങ്കിലും എണ്ണ തേച്ച് കുളിക്കുന്നത് നല്ലതാണ്. വർഷത്തിൽ ഒരിക്കലെങ്കിലും.
ശുദ്ധമായ എള്ളെണ്ണ കൊണ്ടിട്ട. ശുദ്ധമായ എള്ളെണ്ണ എന്ന് പറയുമ്പോൾ നമുക്ക് ആ സാധനം ഇന്ന് മാർക്കറ്റിൽ കിട്ടാനില്ല. നമ്മൾ എള്ള് വാങ്ങി ആട്ടേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഒരു ലിറ്ററിന് ഏകദേശം 600, 700 അതിലപ്പുറമൊക്കെ വില വരും ചെയ്യും. കാരണം എള്ളിൽ നിന്ന് എണ്ണ കുറച്ചേ കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ പറയും 130 റുപ്യക്ക് 200 രൂപക്കൊക്കെ ഒരു ലിറ്റർ എള്ളെണ്ണ കിട്ടാനുണ്ടല്ലോ. അത് ഞാൻ അറിയില്ല. അല്ലേ? അത് നമുക്കറിയില്ല, അതിനെ കുറിച്ച് നമുക്കറിയില്ല. പിന്നെന്ത് ചെയ്യാം? എള്ളിന് മനസ്സിന് ശാന്തിയാക്കാനുള്ള കഴിവുണ്ട്, അതറിയോ? എള്ളിന് മനസ്സിന് ശാന്തിയാക്കാനുള്ള കഴിവുണ്ട് എള്ള് കഴിക്കുന്ന ആൾക്കാർക്ക്. ഈ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വീണിട്ട്, അതല്ലെങ്കിൽ കളിക്കുന്ന സ്ഥലത്തൊക്കെ പോയി വീണിട്ട് ചതവ് പറ്റാറുണ്ട് അല്ലെ? ചതവ് പറ്റിയ സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മള് രക്തം കട്ട പിടിച്ചിട്ടൊരവസ്ഥ ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ അടിച്ചിട്ടൊക്കെ രക്തം ഇങ്ങനെ കറുത്ത നിറയിട്ട് രക്തം കട്ട പിടിച്ചിരിക്കുന്ന അവസ്ഥ, അത്തരം സംഭവങ്ങൾക്കൊക്കെ ഒരല്പം എള്ളെടുത്തിട്ട് പാലിലരച്ചിട്ട് പുരട്ടിയാൽ മതി. പെട്ടെന്ന് ആ രക്തം ക്ലീനായി അവിടെ വേദനകളൊക്കെ പോയി സാധാരണഗതിയിലേക്ക് വരും. എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ടുള്ള മരുന്ന്. ഞങ്ങളുടെ നാട്ടിൽ തന്നെ ചോര കല്ലിക്കുക എന്നാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ? ഒന്ന് ടൈപ്പ് ചെയ്ത്. അതന്നെ ചോര കല്ലയ്ക്ക. ചോര കല്ലിക്കുക. എള്ളിന് മനസ്സിന് ശാന്തി ഉണ്ടാകും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അത് ഒറിജിനൽ എള്ളെണ്ണ ഒരു വിളക്കിൽ വെച്ചിട്ട് തിരിയിട്ട് കത്തിച്ചാൽ മതി നമ്മളെ വീട്ടില്. പഴയ കാലത്ത് ഹിന്ദുക്കളെ വീട്ടിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതിന് പകരം വിളപ്പാണ്. എള്ളെണ്ണ ഒറിജിനൽ കിട്ടില്ലല്ലോ. ഒറിജിനൽ എള്ളെണ്ണ കിട്ടില്ലല്ലോ, അതല്ലേ പാട്. ഒന്നുകിലെ വിളക്കെണ്ണ വെക്കും, അതല്ലെങ്കിൽ ബൾബിടും. ബൾബിട്ട പിന്നെ പ്രശ്നമില്ല, സ്വിച്ച് വെക്കിയാൽ മതി, വേറെ പ്രശ്നമില്ല. വിളക്കെണ്ണയിൽ എണ്ണ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നത് ഒറിജിനൽ എള്ളെണ്ണയാണ്. ഒറിജിനൽ എണ്ണ നമുക്ക് ഉണ്ടാക്കിയാൽ മതി, വാങ്ങാൻ കിട്ടും എനിക്കും ഉറപ്പില്ല. നമുക്ക് ഉണ്ടാക്കാം, എള്ള് വാങ്ങാൻ കിട്ടും. നല്ല എണ്ണുള്ള നല്ല ഇനം എള്ള് വാങ്ങിയിട്ട് എന്ത് ചെയ്യാം, ആട്ടിയാൽ മതി, അപ്പൊ എള്ളെണ്ണ കിട്ടും. അത് ഒരു പാത്രത്തിലിട്ടിട്ട് തിരി കത്തിച്ച് വെച്ചാൽ ആ വീട്ടിൽ കലഹം ഉണ്ടാകൂല, മനസ്സമാധാനം ഉണ്ടാകും എന്നാണ് ശാസ്ത്രം. ഇത് മതവുമായി ഒരു ബന്ധമില്ല, ഞാൻ പറഞ്ഞിട്ട ശാസ്ത്രമാണ് എന്ന് വിചാരിച്ച് ബഷീർ സാർ നാളെ തന്നെ വിളക്ക് എത്തിച്ചാൽ നിൽക്കണ്ട, അത് പ്രശ്നമാവും. വീടിന്റെ അകത്തൊക്കെ വെക്കുക, പുറത്ത് കാണണ്ട. പിന്നെ തീ പൊള്ളിയാല് എന്ത് ചെയ്യാം, ഈ എണ്ണയും വെളിച്ചെണ്ണയും മിക്സ് ആക്കിയിട്ട് അവിടെ ലേപനം ചെയ്യാം. തീപ്പൊള്ളലിന്റെ തീപ്പൊള്ളല് പറഞ്ഞാൽ തീയാനായിക്കൊള്ളുന്നില്ല, ചട്ടി ചൂടായിട്ട് അങ്ങനെ പൊള്ളിയലുണ്ടല്ലോ, ചൂടുള്ള ചട്ടിയിൽ തൊട്ടാലും കൊള്ളും. എങ്ങനെ പൊള്ളിയാലും ശരി, ഒറിജിനൽ എള്ളെണ്ണ ആണെങ്കിൽ അത് മാറിയിട്ടുണ്ടാവും. എള്ളെണ്ണയും വെളിച്ചെണ്ണയും ഒറിജിനൽ ആണെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് സുഖപ്പെടും. എള്ളിന് പൊതുവെ ഹൃദയവുമായി ബന്ധമുണ്ട്. എള്ളിന്റെ ആകൃതി ഏകദേശം ഹൃദയത്തോട് സാമ്യമാണ്. അതുകൊണ്ട് തന്നെ ഹൃദയത്തിന് നല്ല ആരോഗ്യം ലഭിക്കും. ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ സഹായിക്കും. പഞ്ചസാര അഥവാ ഗ്ലൂക്കോസിന്റെ അളവ് രക്തത്തിൽ കലരാതെ സൂക്ഷിക്കാനും എള്ളിനെ കൊണ്ട് സാധിക്കും. എന്തല്ല വല്ല എള്ളു വാങ്ങിയിട്ട് കഴിക്കരുന്ന്. അതേപോലെ തന്നെ പ്രതിരോധ ശക്തി കൂട്ടാനും എള്ളിനെ കൊണ്ട് സാധിക്കും കേട്ടോ. അതിലപ്പുറം ഒരു വാജീകരണ ഔഷധം കൂടിയാണ് എള്ള്. അപ്പൊ കുട്ടികളില്ലാത്തവർക്കും എള്ള് നല്ല ഔഷധമാണ്.
എന്തെല്ലാം രോഗത്തിന് പറഞ്ഞു? വാജീകരണ ഔഷധമാണ്, ഹൃദയത്തിന് നല്ലതാണ്, ബ്ലഡ് പ്രഷർ കുറക്കാൻ നല്ലതാണ്, അതുപോലെ തന്നെ ഷുഗർ കൺട്രോൾ ചെയ്യാനും നല്ലതാണ്. ക്യാൻസർ സെല്ലുകളെ തടഞ്ഞു നിർത്താനും എള്ളിനെ കൊണ്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ പടരാതിരിക്കാൻ സാധിക്കും. ഒഴിവാക്കണമെങ്കിൽ ശോധന ഉണ്ടാക്കിയാൽ മതി. ആ സെല്ലുകൾ ഉണ്ടാക്കിയ ആ നശിച്ച സെല്ലുകൾ എന്ത് ചെയ്യും? വേസ്റ്റ് പുറന്തള്ളി പോകും. നമ്മൾ ശോധന ഉണ്ടാക്കി കൊടുത്താൽ പടരുമില്ല. എള്ള് കഴിക്കുകയാണെങ്കിൽ പടരുമില്ല. അപ്പൊ എന്തായി? ക്യാൻസർ വരെ സുഖപ്പെടുത്താം. പിന്നെ പ്രോട്ടീന്റെ കലവറയാണ്. അങ്ങനെ പറഞ്ഞില്ല. ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഏഹ് ഒരു ഡൗട്ട്. പിന്നെ എന്താണ് എള്ള് സാറ് നേരത്തെ പറഞ്ഞല്ലോ കൽക്കണ്ടം ഒന്നും ചേർത്താൽ ഷുഗർ ഉള്ള ആൾക്കാർക്കൊക്കെ കഴിച്ചൂടെ? കഴിക്കാം. അതില് നമ്മൾ കൽക്കണ്ടം ചേർക്കുന്നുണ്ട്. കൽക്കണ്ടം ഏതെങ്കിലും ഒരു കൽക്കണ്ടം ചേർത്ത് വലിയ പ്രശ്നം വരില്ല. പഞ്ചസാര പ്രശ്നം. ആയിക്കോട്ടെ. പഞ്ചസാര പ്രശ്നമാകാൻ കാരണമുണ്ട്. കരിമ്പിന്റെ നീരിൽ നിന്ന് കിട്ടുന്ന പഞ്ചസാര അല്ല നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് അത് വെളുത്ത നിറാകാൻ വേണ്ടി അതിൽ കുറെ കെമിക്കൽ ചേർക്കുന്നുണ്ട്. ആ കെമിക്കലാണ് ഷുഗർ ഉണ്ടാക്കേണ്ടത്, അല്ലാതെ പഞ്ചസാര ഇല്ല. അവിടെയാണ് പ്രശ്നം. കരിമ്പിൻ നീര് കുടിച്ചു വെച്ചിട്ട് ഒന്നും സംഭവിക്കില്ല. പക്ഷെ കരിമ്പിൻ നീര് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഷുഗർ ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് ആ വെള്ള നിറം, പഞ്ചസാര വെള്ള നിറമുണ്ടോ, ആ വെള്ള നിറമാകാൻ വേണ്ടിയിട്ട് ആ ക്രിസ്റ്റലായി ലഭിക്കാൻ വേണ്ടിയിട്ട്, ചെറിയ ക്രിസ്റ്റലാണല്ലോ പഞ്ചസാര, ലായനി അല്ലല്ലോ അല്ലേ? ലായനി അല്ല, ക്രിസ്റ്റലാകാനും വെള്ള നിറം കിട്ടാൻ വേണ്ടിയിട്ട് കെമിക്കൽ ഉപയോഗിക്കുന്നുണ്ട്. ആ കെമിക്കലാണ് എന്ത് ചെയ്യുന്നുണ്ട്? ഷുഗറിന്റെ ലെവല് കൂട്ടുന്നുണ്ട്, അല്ലാതെ പഞ്ചസാരന്റെ പ്രശ്നമല്ല. അപ്പോ ഈ ഒരുവിധപ്പെട്ട നമ്മളെ സാധാരണഗതിയിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ജലദോഷത്തിനൊക്കെ ആ പൊടി പറ്റും. 2-3 നേരം കൊടുത്താൽ കുട്ടികൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്നാമത് പ്രോട്ടീൻ കലവറയാണ്. രണ്ടാമത് മെലിഞ്ഞ ശരീരം ഉള്ള കുട്ടികളാണെങ്കിൽ തടി നന്നായിക്കോളും. അതുപോലെ തന്നെ തൊണ്ടവേദന, അത്തരം രോഗങ്ങളൊക്കെ സുഖപ്പെടുകയും ചെയ്യും. നല്ലൊരു പ്രതിരോധ ശക്തി ആ കുട്ടിക്ക് ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ. അതിന്റെ കാരണം എന്താ പറയുക? ചുക്ക് ഇതിലേക്ക് ചേർന്നത് കൊണ്ടാണ് അത്രയും ഫലം ചെയ്യുന്നുണ്ട്. കാരണം ചുക്കിന് അങ്ങനെ ഗുണമുണ്ട്. മറ്റു ഔഷധങ്ങളുടെ കൂടെ കൂടിയാൽ കുറച്ചുകൂടി ശക്തി കൂടും അല്ലെ? നമുക്ക് മുമ്പ് പഠിച്ചതാണ്. അതുകൊണ്ടാണ് ഈ കഫക്കെട്ടിനൊക്കെ ആയുർവേദത്തിൽ ത്രികടു കൊടുക്കാറുണ്ട്. ത്രികടു ആർക്കും അറിയാം? ത്രികടു ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്തേ, യെസ് എന്ന് ടൈപ്പ് ചെയ്തേ. ത്രികടു പറഞ്ഞാൽ എന്താണ്? കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ചുക്ക്, കുരുമുളക്, പിന്നെ തിപ്പല്ലി. ഇതാണ് നല്ല ത്രികടു. സാധനമാണ് ശ്വാസം മുട്ടല്. ചുക്കും മുളക് പല്ലി ഇല്ലേ? അതാണ് പണ്ടത്തെ കാലത്ത് വൈദ്യന്മാര് പറഞ്ഞിട്ടുണ്ടല്ലേ, ചുക്കും മുളക് പല്ലി. ആ സാധനമാണത് ത്രികടു പറഞ്ഞ സാധനം. അങ്ങനെയാണെങ്കിൽ ത്രിഫല ആർക്കെങ്കിലും അറിയോ? വെറുതെ ചോദിച്ചാണ്ടോ, ത്രിഫല ആർക്കെങ്കിലും അറിയോ? ത്രിഫല അറിയാം. എന്താണ്? അത് കണ്ടിട്ടുണ്ട്. അല്ല, എന്ത് സാധനം? നെല്ലിക്ക, ത്രിഫല. താണിക്ക, കടുക്ക. ഇതുപോലത്തെ ഔഷധക്കൂട്ട് തന്നെയാണ്. കടുക്ക, നെല്ലിക്ക, ശരിയാ. അതെ പറഞ്ഞു. നെല്ലിക്ക, താണിക്ക, കടുക്ക. ഇതൊക്കെ നമ്മൾ പഠിച്ചണം, രസാണ്. ഇന്ന് നാൽപ്പാമരം ആർക്കെങ്കിലും അറിയോ? വെറുതെ ചോദിച്ചേട്ടോ. നാൽപ്പാമരം അറിയാം. നാൽപ്പാമരം ഇട്ടിട്ട് വെള്ളം ഉണ്ടാക്കി കുളിച്ചാലൊക്കെ നല്ല സുഖം. പ്രസവിച്ചെടുക്കുമ്പോ പണ്ടൊക്കെ നാൽപ്പാമരം ഇട്ടിട്ട് വെള്ളം ഉണ്ടാക്കിയിട്ടാണ്. നാൽപ്പാമരം, പഴുക്കപ്ലാവില, കുറെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ്. മരത്തിന്റെ തൊലിയാ. എന്ത് മരത്തിന്റെ? പേരാൽ അറിയാൻ. അയ്യവാ, ആരാണ്? ഉണ്ണികൃഷ്ണൻ സാറ്.
ഇല്ലേ? അത്തി വേറല്ലേ? അതന്നെ സാധനം. 4 പാലിന്റെ മരം, 4 പാൽമരം. ഇതിനൊക്കെ പാലുണ്ടാവും ഈ മരത്തിനൊക്കെ അല്ലെ? 4 പാൽ മരം, അതാണ് 4 പാൽ മരം. വെറുതെ കൂട്ടത്തിൽ ചോദിച്ചു മാത്രം. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം എന്താ പറയുക, ഒരാള് നമ്മളോട് ഒരു വാക്ക് പറയുമ്പോൾ ആ സാധനം എന്താ നമുക്ക് മനസ്സിലായ പെട്ടെന്നുണ്ട്. ഇപ്പൊ വൈദ്യന്മാരൊക്കെ അറിയും, 4 പാൽമരം വെള്ളം തിളപ്പിച്ച് വെച്ചോളി. നമ്മൾ 4 പാൽമരം ചോദിച്ചുകൊണ്ട് നടക്കണ്ട. നമ്മളെ തൊട്ടടുത്തുണ്ടാവും ഈ സാധനങ്ങളൊക്കെ. ചിലപ്പോ നമ്മള് പറമ്പിലുണ്ടാകാൻ സാധ്യതയുണ്ട്. ശരിയാണ്. ഈ അതേപോലെ തന്നെ നമുക്ക് കുറെ ശുദ്ധികളുണ്ട് അല്ലെ? ഒന്ന് കോഷ്ടശുദ്ധി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശോധന വരുത്തുക. പിന്നെ രക്തശുദ്ധി ഉണ്ട്. രക്തശുദ്ധി എന്ന് പറഞ്ഞാൽ ഇപ്പൊ രക്തം അട്ടയെ കൊണ്ട് ഘടിപ്പിച്ചെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കപ്പിൻ തെറാപ്പി ചെയ്തിട്ട് രക്തം ഒഴിവാക്കുന്നുണ്ട്. രക്തം ശുദ്ധിയാകാനുള്ള ഔഷധങ്ങൾ ഉപയോഗിച്ചിട്ട് രക്തശുദ്ധിയാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ശുദ്ധി കൂടെ ഉണ്ട്, അത് ലേഡീസിനുള്ളി, ആർത്തവ ശുദ്ധി എന്ന സംഭവം. അപ്പൊ ഈ ആർത്തവ ശുദ്ധിക്ക് ശരിക്കും 10 ഗ്രാം എള്ള് സമൻ ശർക്കര ചേർത്തിട്ട് കഴിച്ചാൽ മതി. ആർത്തവ ശുദ്ധി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ശുദ്ധിയാകുന്ന അർത്ഥം. 7 ദിവസം കൊണ്ട് ക്ലിയർ ആവും. പിന്നെ അവിടെ ഒരു അശുദ്ധി ഉണ്ടാകാൻ സാധ്യതയില്ല. അതൊക്കെ പഴയ കാലത്ത് ഉള്ള വല്യമ്മമാർക്കൊക്കെ അറിയുന്ന ഔഷധമാണ്. ഇന്നിപ്പോ അതൊന്നും ഒരു ആചാരമല്ലല്ലോ, അതുകൊണ്ട് ഇതിന്റെ പ്രശ്നമില്ല. പിന്നെ എള്ളിന്റെ താളി, എള്ളിന്റെ ഇല കൊണ്ട് താളി തേച്ച് തലയിൽ തേച്ചാൽ മുടി വളരും. എള്ളിന്റെ ഇല കണ്ടിട്ടുണ്ടോ? ഇവിടെ അല്ല. എള്ളിന്റെ ഇല ഷൈമിനെ മാത്രം കണ്ടിട്ടുണ്ടോ? അതാരും കണ്ടിട്ടില്ലല്ലോ. ഷൈമിനാക്കാണ് എള്ള് കൃഷി കണ്ടിട്ടുണ്ട്. അപ്പൊ എള്ള് കൃഷി കണ്ടാല് എള്ളിന്റെ ഇല കാണും. ഞങ്ങളുടെ ഇവിടെയൊക്കെ എള്ള് കൃഷിയുണ്ട് സാറേ. ഞങ്ങളുടെ ഇവിടെയൊക്കെ ഈ നിലത്തിലേ കൃഷി ഉണ്ടാവും, എള്ളിന്റെ കൃഷി. അങ്ങനെ കണ്ടിട്ടുണ്ട്. എള്ളിന്റെ ഇല നല്ലൊരു താളിയാണ് കേട്ടോ. സൂപ്പർ താളിയാണ്. തലയിൽ തേച്ച് കുളിക്കാൻ നല്ല. എള്ളിന്റെ എണ്ണ തേച്ച് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എള്ളിന്റെ താളി ഉപയോഗിച്ച് കുളിക്കുകയാണെങ്കിൽ നര വരാൻ വരെ സാധ്യത ഇല്ല എന്നല്ല. നര വരാൻ വരെ സാധ്യത ഇല്ല, അത്രയ്ക്ക് സ്ട്രോങ് ആണ്. അതേപോലെ തന്നെ നല്ല മിനുസമുള്ള കറുത്ത മുടി ഉണ്ടാകും. കൂട്ടത്തില് നമ്മളെ കറിയിലേക്ക് ഇടുന്ന കറിവേപ്പില കൂടി ചേർത്താൽ നല്ല അന്തസ്സുള്ള മുടി ഉണ്ടാവും. സൂപ്പർ മുടി ഉണ്ടാവും. അതായത് മുടി കൂടുതൽ വളരും, നല്ല വളർച്ച ഉണ്ടാവും, നല്ല കറുത്ത മിനുസമുള്ള മുടിയായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ടാണ് ഞാൻ നല്ലൊരു മുടിയുള്ള പെണ്ണിന്റെ ഫോട്ടോ അജിസാമേമനെ വിട്ടുകൊടുത്തത്. പക്ഷെ അജിസാമേമ എള്ളിന്റെ ഫോട്ടോ ഇട്ടു. അപ്പോ ഇത്തരം സംഭവങ്ങളൊക്കെ എള്ള് കൊണ്ട് പ്രയോജനമുണ്ട്. അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എള്ളെണ്ണ കൊണ്ട് തേച്ച് കുളിക്കാൻ ശ്രമിക്കുക. എള്ള് ആദ്യം വാങ്ങാം. ഒരു 5 കിലോ എള്ള് വാങ്ങിക്കോളിന്ന് പോയിട്ട്, ഇല്ലേ? കുറച്ച് എന്ത് ചെയ്യാം, ആട്ടാൻ കൊടുക്കുക എണ്ണയ്ക്ക്. കുറച്ച് എള്ള് എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കി പൊടിച്ച് ഔഷധങ്ങൾ ഉണ്ടാക്കി വെക്കുക. കുറച്ച് എല്ലാവരും നിൽക്കട്ടെ. നമുക്ക് എന്തെങ്കിലും കുട്ടികളൊക്കെ വീഴുകയാണെങ്കിൽ എന്ത് ചെയ്യാം, പാലിൽ അരച്ചിട്ട് തേക്കും ചെയ്യാം, അല്ലേ? അപ്പൊ എള്ളിന്റെ ബിസിനസ് തുടങ്ങിയാലോ ഇന്ന് മണി സാറ് ഓൺലൈനിലായിട്ട്? അപ്പൊ ആരൊക്കെ ചെയ്യും? ഒന്ന് ടൈപ്പ് ചെയ്തേ. ആട്ടാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒറിജിനൽ ആയിട്ട് ഒരു ആട്ടി തരുന്നുണ്ടോ ഉറപ്പ്? ഇപ്പോൾ അവിടെ നിൽക്കണില്ലല്ലോ കൂടെ. അത് തരും, അത് തരും, വിശ്വാസം. അത് തരും. കുഴപ്പമൊന്നുമില്ല. നമ്മളവിടെ നിന്നാൽ മതി. 10 മിനിറ്റത്തെ പരിപാടി ഉണ്ട് എള്ളാട്ടാന്, മറ്റിന്റെ അടുക്കല്ല. ഷൈനിമാൻ ചെയ്യും. എള്ളുണ്ടുണ്ടാക്കാനുള്ള തീരുമാനത്തിലാണ് ഷൈനിമാൻ. ഓപ്പൺ ഇട്ടാ എള്ളുണ്ടുണ്ടാക്കാൻ പെട്ടെന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. സാറേ, ഈ വെളുത്ത എള്ളും കറുത്ത എള്ളും തമ്മിൽ എന്താ വ്യത്യാസം? അത് അത് polish ചെയ്യുന്നതാണോ? എണ്ണക്കാണെങ്കിൽ എപ്പോഴും നല്ലത് കറുത്ത എള്ളുകളാണ് നമ്മൾ കഴിക്കാനും. അല്ല, അതെന്താ വ്യത്യാസം? പോളിഷ് ചെയ്യുന്നതാണോ? അതാണോ വെളുത്തത്? അതെ, ചെയ്യുന്നത് അതിന്റെ തൊലി കളിയുണ്ടാവും. ആ, വെളുത്ത എള്ള് ഞങ്ങളവിടെ ഇത് കുക്കിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. കുക്കിങ്ങിന് പോലും വലിയ പലഹാരം ചാക്കിൽ മേടിച്ച് നമ്മൾ കൊപ്പരാട്ടർ പോലെ അവര്, ഞങ്ങളുടെ അടുത്തൊരു വീട്ടുകാരുണ്ട്, അവര് കുറേ മേടിച്ചിട്ട് അത് നമ്മൾ കൊപ്പരാട്ടണ പോലെ അവര് മില്ലിൽ കൊണ്ടുപോയി ആട്ടിച്ചിട്ട് ആ എണ്ണയാണ് അവർ കുക്കിങ്ങിന് ഉപയോഗിക്കുക. അതാണ് വേണ്ടത്. കറുത്ത എള്ളാണോ അത് ചെയ്യാ സാറേ? എങ്ങനെ? കറുത്ത എണ്ണ കൊണ്ടാണോ ചെയ്യേണ്ട കുക്കിങ്ങിന്റെ?
ആ കറുത്തുള്ളതാണ്. മറ്റേത് അപ്പൊ മറ്റേതുണ്ടല്ലോ മറ്റേ അല്ല, ഇത് വ്യത്യാസം പറഞ്ഞില്ലല്ലോ. വെളുത്ത എള്ളും കറുത്ത എള്ളും ഏതാ നല്ലത്, ഉപയോഗിക്കേണ്ടത് നല്ലത് ഏതാ? അത് തൊലി കളഞ്ഞതാണ്, പോളിഷ് ചെയ്യണതാണ്. അതെ, അത് ഞാൻ അപ്പൊ പറഞ്ഞു. രണ്ടും കുഴപ്പമില്ല അല്ലേ? അത് ഞാൻ പറഞ്ഞു കേക്കി. പലഹാരത്തിലേക്ക് ഇടാനാണെങ്കിൽ വെള്ളയാണ് നല്ലത്. അത് ശരി. മനസ്സിലായോ? പലഹാരത്തിലേക്ക്. അതല്ലെങ്കിൽ മറ്റുള്ള ഉപയോഗത്തിനൊക്കെ കറുപ്പാണ് നല്ലത്. ഇപ്പൊ വീണ്ടും പഴയതിലേക്ക് വരുന്നുണ്ട് ആൾക്കാര്. ഇപ്പൊ ഇതേപോലൊക്കെ എള്ള് മേടിച്ച് ഇപ്പൊ എള്ളെണ്ണൊക്കെ ഉപയോഗിച്ച് തുടങ്ങുന്നുണ്ട്. അതെ അതെ, സാധനം കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല ഒറിജിനൽ സാധനം കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മള് ശ്രദ്ധിക്കണം മാത്രം. നമ്മള് നേരിട്ട് വിലയാ കൊണ്ടുപോയി സാറേ, കൊടുത്താല് നല്ല വിലയാണ്. ഒറിജിനലിന് വിലയാ, നല്ല വിലയാ നല്ല വിലയാണ്. ഒറിജിനലിന്. നല്ല വിലയാണ്. എന്നെ കാരണം സാറ് 5 കിലോനൊക്കെ വാങ്ങിക്കോളാൻ പറഞ്ഞു. തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ ഇത് കുക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നതാ. അതെ അതെ. ശരിയാ ശരിയാ, നിങ്ങളിപ്പോ തമിഴില്. പറഞ്ഞ പൊടി ഉണ്ടാക്കാന് ഏതുള്ള നല്ലത്? അത് കറുപ്പ്. എള്ള് ആ, കറുപ്പ് കറുപ്പ്. ഇന്ന് വാങ്ങി ചെയ്യാച്ചിട്ടാണ്. ഇതിൽ തന്നെ പല ചെയ്തിട്ടുണ്ട് ട്ടോ. കറുപ്പ് തന്നെ നല്ലത് വാങ്ങിക്കൊള്ളുന്നുണ്ട്. കുറച്ച് വില കൂടിയാലും നല്ല ഐറ്റംസ് ഉണ്ട്. അതാണ് കൂടുതൽ എണ്ണമയമുള്ളതാണ് നമുക്ക് വേണ്ടത്. ഷുഗർ നല്ല കുറയൂലേ? ഷുഗർ കൺട്രോൾ, അതായത് കുറയുന്നതല്ല, കൺട്രോൾ ചെയ്യും. അതിനെടുത്ത് പുറത്ത് മുടി ഓവറുള്ള കൊഴിച്ചിലിനൊക്കെ രക്തത്തിലുള്ളത് നല്ലതാന്ന് കേട്ടിട്ടുണ്ട്. മുടി കൊഴിച്ചിലിനും നല്ലതാന്ന് പറയുന്നത്. നല്ലതാണ്. മുടി കൊഴിച്ചിൽ നല്ലതാണ്. അതേപോലെ തന്നെ മുടി വളരാനും നല്ലതാണ്. മുടിക്ക് മിനുസം ഉണ്ടാക്കാനും നല്ലതാണ്. എള്ള് ഓക്കെ. ഉണ്ടാവില്ല സാറേ? എങ്ങനെ? എള്ളുള്ള ഭക്ഷണം കഴിച്ചാൽ കൂടി ഉണ്ടാവാൻ മതിയാവും അല്ലെ? രക്തം വെക്കല്ലോ അങ്ങനെ രക്തം രക്തം ഉണ്ടാവും. പോഷകാഹാരല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പ്രോട്ടീന്റെ കലവറയാണ്. പ്രോട്ടീൻ ഉണ്ടായാൽ പിന്നെ നമ്മള് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഹെൽത്തിന് ഏറ്റവും നല്ലത് നല്ല ഭക്ഷണമാണ്. അതറിയില്ലേ? നല്ല ഭക്ഷണം, നല്ല വെള്ളം, നല്ല കോഴി. അപ്പൊ ഈ നല്ല ഭക്ഷണത്തിൽ പെടും. ഈ എള്ളും അവലും എല്ലാം കൂടി ഇങ്ങനെ വിളയിച്ചെടുക്കത്തില്ലേ സാറ്? മിക്സ് ആക്കി കഴിക്കാം. അത് അതും നല്ലത്. ഇവിടെ ഹനുമാൻകാവിലൊക്കെ ചുവന്ന പോയാൽ അവില്. ഞങ്ങൾക്ക് അങ്ങനത്തെ തരിക. അതില് അവില് കഴിപ്പിച്ചിട്ടുണ്ടെങ്കിലേ നമുക്ക് എള്ളും അവിലും ശർക്കരയും തേങ്ങയൊക്കെ കൂടി ഇട്ട് വിളയിച്ചതാ തരിക. നല്ല റേറ്റ് ആട്ടാ ഒരു അതിന് പൊതിക്ക്. സിന്ധുമ ഒരു ഐഡിയ ഉണ്ട്. സിന്ധുമ, ഇളനീരുണ്ടല്ലോ, ഇളനീര്, അതായത് കാമ്പുള്ള ഇളനീര്. അതായത് പച്ച കരിക്കല്ല, കരിക്കന്ന് മനസ്സിലായി. കാമ്പുള്ള ഇളനീര് എടുക്കാം. എന്നിട്ട് അതിന്റെ മുകൾ ഭാഗം കട്ട് ചെയ്യാം. മുകളിൽ ആ കണ്ണുള്ള ഭാഗം ഇങ്ങനെ കട്ട് ചെയ്യാം. തൊലിയൊക്കെ കളഞ്ഞിട്ട്, ഇളനീരിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് മുകൾ ഭാഗം ഇങ്ങനെ റൗണ്ടില് കട്ട് ചെയ്യാം. അതായത് അടക്കാനും തുറക്കാനും പറ്റുന്ന രീതിയിൽ കത്തിയോണ്ട്, നമ്മളെ പഴയ കാലത്ത് പെണ്ണുങ്ങൾക്ക് അരികത്തിയോണ്ട് ഇങ്ങനെ കൊത്തി 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 ഉണ്ടാക്കിയിട്ട് മൂടി തുറക്കും. അങ്ങനെ തുറന്നിട്ട് ആ കരിക്കിലേക്ക് അവില്, ശർക്കര, എള്ളുകൂടി ഇട്ടിട്ട് മൂടി വെക്കുക. അവില്, ശർക്കര, എള്ള് ഇതുകൂടി മൂന്നുകൂടി ഇട്ടിട്ട് മൂടി വെച്ചിട്ട് നല്ല ബന്ധാക്കി കെട്ടിയിട്ട് ഫ്രിഡ്ജിൽ അടച്ചാൽ മതി. 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അത് എടുക്കുക. അതെടുത്തിട്ട് പാത്രത്തിലേക്ക് കൊട്ടുമ്പോ ആ ഇളനീരിന്റെ ഉള്ളിലുള്ള തേങ്ങ അടക്കെടുക്കണം. എന്നിട്ട് അത് നല്ല മിക്സ് ആക്കണം. പറഞ്ഞാൽ കുഴച്ചുണ്ടാക്കാം. അത് കൈകൊണ്ട് നല്ല മിക്സ് ആക്കി എടുത്തിട്ട് അത് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലേ അത്യാവശ്യം അത് മതിയാവും ഒരു ദിവസത്തിന്. പിന്നെ ചോറൊന്നും വേണ്ടിയില്ല. കാരണം അത്രയ്ക്ക് പോഷകാഹാരമാണ്. അത്രയ്ക്ക് നല്ല പോഷകാഹാരമാണ്. പക്ഷെ കുറച്ച് പണിയാണ് ഉണ്ടാക്കിയത്. ഈ സാധനം വാങ്ങി പൊളിച്ച് കട്ട് ചെയ്ത് അതിന്റെ ഉള്ളിലേക്ക് നിറച്ച് വെച്ചിട്ട് എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ ഒരു 10 ദിവസം കൊണ്ടൊക്കെ അത്യാവശ്യം ഈ മെലിഞ്ഞ ശരീരം, അതേപോലെ തന്നെ ചില കുട്ടികൾക്ക് എല്ലിങ്ങനെ കാണുന്ന രീതിയിലുണ്ടാവും. അതൊക്കെ പോയിട്ട് നല്ല തടി, നല്ല പ്രസരിപ്പുള്ള, നല്ല വജസ്സും തേജസ്സും ഒക്കെ ഉള്ള കുട്ടികളുണ്ട്. പക്ഷെ അങ്കവാടിയിലും കൊടുക്കാൻ പറ്റില്ല. കാരണം പൈസ പോണ പോക്കാണല്ലോ. ഒരു ഇളനീരിന് അംഗൻവാടിയിൽ ഇപ്പൊ 8-ാം തീയതി തൊട്ട് പുതിയ ഭക്ഷണ മെനു സ്റ്റാർട്ട് ചെയ്യുന്നു. പുതിയത് ന്യൂട്രി ലഡു,
കുട്ടികൾക്ക് ഒരു പുലാവ്, വെജിറ്റബിൾ പുലാവ്, എഗ് പുലാവ്, അതുപോലെ തന്നെ പിന്നെ ഇത് എന്താണ്, എന്തൊക്കെയാണാവോ എനിക്ക് സമാധാനമില്ല. കുറെ സംഭവങ്ങൾ ഇപ്പൊ ഇറക്കുന്നുണ്ട്. എള്ളൊക്കെ ഇറക്കുന്നുണ്ട്. എത്ര എള്ള് 50 ചേർത്തിട്ടൊക്കെ രൂപ. ഉണ്ടാക്കാനുള്ള സാധനം. ആ, സിന്ധു ഒരു ഇളനീരിന് സിന്ധു 50 മാം, രൂപ. ഓ ഞങ്ങളുടെ ഇവിടെ അംഗനവാടിയിൽ കൊടുക്കുന്നുണ്ട് എള്ളേ. 8-ാം തീയതി ഇന്നലെ തൊട്ടിട്ട് ഞങ്ങൾക്ക് ഇവിടെ പുതിയ മെനു സ്റ്റാർട്ട് ചെയ്യാണ്. അല്ല, ഇന്നലെ ഇവിടെ അതിന്റെ നേരത്തെ കൊടുക്കാറുണ്ട് എള്ളേ, അതെ എള്ള്. ആ എള്ള് അല്ലേ. ഇവിടെ ഇപ്പതാ 8-ാം തീയതി തൊട്ട് തുടങ്ങണേ എള്ള്. പിന്നെ ഇതൊക്കെ എന്താണ്, സോയയും ഗോതമ്പൊക്കെ ചേർത്തിട്ടുള്ള, കടലയൊക്കെ ചേർത്തുള്ള ലഡു, അതൊക്കെയാണ് കുട്ടികൾക്ക് ഇനി മോർണിംഗ് സ്നാക്കൊക്കെ ആയിട്ട് വരാൻ പോണത്. അപ്പൊ ഓക്കെ, അതിന്റെ കൂടെ നമ്മൾ എന്ത് പാല്, ചെയ്യും മുട്ട കണ്ട്. സിന്ധു മാം, നമ്മളത് ഓ എന്റെ ക്ലാസ് കഴിഞ്ഞിട്ടാ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ഇന്നത്തെ ഇതിനെ കുറിച്ച് പറയാം. നമ്മളെ മുഫീദൊക്കെ ചെറിയൊരു പ്രശ്നമുണ്ട്, അവര് ആ ആ ലീവാണ്. അപ്പൊ നിങ്ങൾ ആ പറയാം. ഫീഡ്ബാക്ക് പറഞ്ഞോളൂ. ക്ലാസ് അതിന്റെ ചെയ്തിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. നല്ല ക്ലാസ് ആണ് സാറേ, നല്ല അറിവുകളാണ്. കാരണം നമുക്കിതൊന്നും ബിമേജിക്കിലേക്ക് വന്നില്ല വെച്ചെങ്കിൽ ഇതൊന്നും നമ്മൾ അറിയാനും പോണില്ല. ഇപ്പൊ ആരപ്പോ ഇതൊക്കെ വായിച്ചറിയാനൊക്കെ പോണേ. ഇപ്പൊ സാർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് നമുക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാൻ ഒന്നുകിൽ സാറിനെ വിളിക്കുക, അല്ലെങ്കിൽ ഗൂഗിളോ എന്തെങ്കിലുമൊക്കെ നോക്കി നമുക്ക് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. അതിനൊക്കെ തോന്നുന്നത് നമ്മൾ ഈ ഒരു ബിമേജിക്കിൽ വന്നതിന് ശേഷം. പിന്നെ ഇപ്പൊ സാറ് പറഞ്ഞ കഫക്കെട്ടിന്റെ കാര്യം, ഞാൻ ഇപ്പൊ ഇവിടെ സ്ഥിരം കഴിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇരട്ടി മധുരവും നല്ല ജീരകവും പനം കൽക്കണ്ടവും കൂടി, ഇരട്ടി മധുരം നല്ല ജീരകം കൂടി ഒന്ന് ചൂടാക്കി കൽക്കണ്ടം കൂടി പൊടിച്ചിട്ട് കുപ്പിയിലേക്ക് വെച്ചിരിക്കുക. അതാണ് ഇപ്പൊ ഇടയ്ക്ക് ഓരോ നുള്ളെടുത്തിട്ട് വായിലിടും. അതാണ് ഇപ്പൊ പെണ്ണിങ്ങനെ കഴിക്കുന്നില്ല. ഇപ്പൊ സാറ് ഈ പറഞ്ഞ സംഭവം ഞാൻ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ കുട്ടിക്ക് കൊടുക്കാന്. അത് ഭക്ഷണം കഴിക്കല് കുറച്ച് കുറവാ സാർ, എന്താന്ന് അറിയണില്ല, ഒന്നും തിന്നാൻ കൂട്ടാക്കില്ല. അങ്ങനെയാണ്. എന്തായാലും നല്ല ക്ലാസ്സുകൾ, നമുക്ക് ഒത്തിരി അറിവുകളാണ് സാറിൽ നിന്ന് കിട്ടുന്നത്. ഞാൻ ഒരുപാട് താങ്ക്സ് പറയുന്നു. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. ഞാൻ ലീവ് ചെയ്യട്ടാ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ശരി. വേറെ ആരെങ്കിലും പറഞ്ഞോളൂ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു സാറേ. പറഞ്ഞ പോലെ കുറച്ച് അറിവുകൾ നമുക്ക് സ്ഥിരമായിട്ട് കേൾക്കുന്ന ക്ലാസ്സുകളേക്കാൾ കൂടുതൽ നമ്മുടെ നാട്ടിലുള്ള ഈ വക കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് അറിവുകൾ ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. വളരെയധികം ഇഷ്ടമായി സാറേ. ഇതുപോലുള്ള ക്ലാസ്സുകൾ പറഞ്ഞ പോലെ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ സംശയങ്ങളും നമുക്കിത് നമ്മുടെ സ്വന്തം നാട്ടിലുള്ള സാധനങ്ങളാണെങ്കിൽ പോലും നമുക്ക് ഇതിന്റെ അറിവുകൾ എന്താന്നുള്ളത് ശരിക്കും അറിയില്ല. അപ്പൊ സാറിനെ പോലുള്ള ആളുകൾ സ്ഥിരമായിട്ട് നമുക്ക് ഇതേപോലെ ഇടയ്ക്കൊക്കെ ഒരു ക്ലാസ് തരികയാണെന്നുണ്ടെങ്കിൽ വളരെയധികം നന്നായിരിക്കും. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വേറെ ഇനി ആരെങ്കിലും ഉണ്ടോ? സാറേ, Magic morning. വളം എങ്ങനെ? പറയൂ. ആ, പറയൂ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. എള്ളിന് ഇത്രയും ഗുണമുണ്ടെന്ന് അറിഞ്ഞില്ലായിരുന്നു. ഏതായാലും പുതിയ കുറേ അറിവുകൾ കിട്ടി. താങ്ക് യു സർ. താങ്ക് യു. വേറെ ഒരാളോട് പറഞ്ഞല്ലോ, ആരാണ്? ഞാനാണ് സാർ. മാജിക് മോർണിംഗ്. പറയൂ. സാർ, നല്ലൊരു നാട്ടറിവുകളുടെ ഒരു വളരെ നല്ല പ്രസന്റേഷൻ ആണ് ഇന്ന് ഉണ്ടായത്. എള്ളിനെ പറ്റിയിട്ട് കുറച്ചൊക്കെ അറിയാമെങ്കിലും കുറച്ചും കൂടി വിപുലമായ രീതിയിൽ തന്നെയാണ് ഇന്ന് സാറ് അറിവുകൾ നൽകി. അത് നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും രോഗങ്ങൾക്ക് ശമനം വരുത്താനും ഒക്കെ ഉപയോഗിക്കേണ്ട ഒരു സാധനം തന്നെയാണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ എള്ളിനെ കൊണ്ട് എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കാം എന്നുള്ളത് സാറ് പറഞ്ഞിട്ടുണ്ട്. രോഗത്തിന് എങ്ങനെയുണ്ട്, അതിൻ്റെ കൂട്ടുകളൊക്കെ വളരെ വ്യക്തമായിട്ട് പനക്കൽക്കണ്ട് ചേർത്തിട്ട് അതുപോലെ തന്നെ ചുക്കുപൊടി ചേർത്തിട്ട് ഒക്കെ ഉണ്ടാക്കുന്ന മിശ്രിതങ്ങളുടെ ഒരു അറിവും കൂടിയാണ് ഇന്ന് കിട്ടിയത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെയൊക്കെ ഞാനിപ്പോൾ ഇന്നലെയും കൂടെ 1 ലിറ്റർ 1 കിലോ വാങ്ങി 220 ഉറുപ്പ്യാണ് സാധാരണ എള്ളെണ്ണൻ്റെ വില. 500 ഉറുപ്പ്യ കൊടുത്താൽ ഒറിജിനൽ കിട്ടും. നമ്മൾ ദോശയിലെല്ലാം ദോശ ചൂടാനും അതുപോലെ ദോശന്റെ കൂടെ ചെറിയ ഒരു ക്വാണ്ടിറ്റി ദോശ അച്ചാറിലൊക്കെ അച്ചാർ കഴിക്കുമല്ലോ. നമ്മൾ ഹലോ അതെ, ദോശന്റെ കൂടെ നമ്മൾ ചെറിയ എള്ളെണ്ണ ഇട്ടില്ല, അതിൽ നമ്മൾ എന്താ പറയാ ഈ ചട്നിപ്പൊടി ചേർത്തിട്ട് എല്ലാം കഴിക്കുന്നുണ്ട്. അപ്പം അത് തമിഴ്നാട്ടിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ദോശ ചുടുന്നത് വരെ
ഈ എള്ളെണ്ണനെ കൊണ്ടാണ്. അപ്പം ഈ എള്ളെണ്ണ നമ്മൾ ഒറിജിനൽ കിട്ടുകയാണെങ്കിൽ വളരെ നല്ലത് തന്നെയാണ്. പക്ഷെ അതിന് വില കൂടുതലാണ്. എങ്കിലും നമുക്ക് തേച്ച് കുളിക്കാനും ഒക്കെ സാറ് പറഞ്ഞ മാതിരി ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എണ്ണ തേച്ച് കുളി വളരെയധികം നല്ല ഒരു ആരോഗ്യം പ്രതിദാനം ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ എള്ളിനെ പറ്റിയിട്ടും അതിൽ നിന്ന് കിട്ടുന്ന ഈ അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റത്തിനെ പറ്റിയിട്ടും അതിൻ്റെ ഓയിലിനെ പറ്റിയിട്ടുള്ള വളരെ നല്ല ഒരു ക്ലാസ്സാണ് കിട്ടിയത്. അതിൻ്റെ ഉപകാരപ്രദമായ ക്ലാസ് തന്നെയാണ്. അതിപ്പോൾ നമ്മൾ ജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായ ഗുണം ഉണ്ടാവും. തീർച്ചയായിട്ടും ഗുണമുണ്ട്. എള്ള് ശരിക്കും പറഞ്ഞാൽ പണ്ട് ജിമ്മിലൊക്കെ പോകുന്ന സമയത്ത് ഒരു പച്ച കോഴിമുട്ട കഴിച്ചിട്ട്, നാടൻ കോഴിമുട്ട കഴിച്ചിട്ട് അതിൻ്റെ ആ കോഴിമുട്ടൻ്റെ ഒരു കാൽ ഭാഗം എള്ളെണ്ണയും കൂടി കഴിക്കാൻ പറയാറുണ്ടായിരുന്നു. അപ്പം ശരിക്കും നമ്മളെ ഒരു ശരീരത്തിന് എനർജി കിട്ടാൻ പറ്റുന്ന ഒരു ഓയിൽ തന്നെയാണ് അത്. അപ്പോൾ ഇത് നമ്മളെ മുന്നിലേക്ക് എത്തിച്ചേർന്നതിനും വളരെ നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്തതിനും ഇതിന്റെ ഉപകാരങ്ങളെ പറ്റിയിട്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നതിനും താങ്ക് യു വെരി മച്ച്. നല്ല ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു. പിന്നെ സാറേ നല്ല ക്ലാസ് ആയിരുന്നു. എള്ളിനെ പറ്റിയൊക്കെ കുറെയൊക്കെ അറിയായിരുന്നെങ്കിലും ഇപ്പൊ കുറച്ചും കൂടി ഒക്കെ ഓരോ അറിവുകൾ കിട്ടി. എന്റെ കയ്യിൽ കുറേ എള്ള് ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ ഒന്നും ചെയ്തിട്ട് ഒരു 1.5 മാസമായി, ഒരു 3-4 കിലോനായിട്ട് ഇരിക്കുന്നു. ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഇപ്പൊ അപ്പൊ കുറച്ചും കൂടി എള്ളിന് എന്തെങ്കിലും ആവശ്യമുള്ളവർ എന്ത് ചെയ്യാം? നേരെ ആണ്ട് കോണ്ടാക്ട് ചെയ്തോളി. ഞാൻ പറഞ്ഞില്ല, ഞങ്ങളടുത്ത് വലിയ കുറേ കൊണ്ടുവന്ന് അവരത് എള്ള് അല്ല എണ്ണ ആട്ടാനായിട്ട് കൊണ്ടുവന്നതാ. അപ്പൊ അതൊന്ന് എനിക്കും കുറച്ചൊക്കെ തന്നു. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോ കുറച്ച് കറുത്ത എള്ളും ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ എള്ളുകൊണ്ട് ഉണ്ടാക്കി വെക്കാറുണ്ട്. നല്ലതാ അത്. ഞാൻ കഴിക്കാറുണ്ട്. പക്ഷെ മടിയാണ്. അങ്ങനെ ഇരുന്ന് ഫ്രിഡ്ജിൽ അങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ്. ഇനി ഉണ്ടാക്കണം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. മീറ്റപ്പിന് വരുമ്പോ എള്ളുണ്ടാക്കി കൊണ്ടുവന്നാ മതി. അതെ മീറ്റപ്പിന് കൊണ്ടുവരാം. ഞാൻ മാക്സിമം ഓണത്തിന് വരാനൊക്കെ വിചാരിച്ചതായിരുന്നു. നമ്മള് മീറ്റപ്പിനൊക്കെ കൂടാന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ എനിക്ക് പറ്റും തോന്നുന്നില്ല. പക്ഷെ എനിക്ക് നാട്ടിൽ വരാൻ പറ്റും തോന്നുന്നില്ല. പക്ഷെ മോൻ ഒറ്റയ്ക്കാവും ഇവിടെ. ഓണൊക്കെ അല്ലേ. അപ്പൊ ഒറ്റയ്ക്കായി പിന്നെ എനിക്ക് പിന്നെ അവിടെ വന്ന് നിൽക്കാൻ ഒരു സമാധാനം ഉണ്ടായി. എപ്പോഴേലും നോക്കാം. ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത് പരമാവധി ആ പ്രോഗ്രാമിന് എല്ലാവരും വരണം. കാരണം വെച്ചാല് നമ്മളൊരു ആഘോഷം എന്ന് പറയുമ്പോ എല്ലാവരുടെയും ഒത്തുകൂടലാണ്. അതെ സാറേ, എനിക്ക് ഇഷ്ടം ആഗ്രഹമുണ്ട്. എല്ലാരും നേരിട്ട് കാണാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ വന്നാ പിന്നെ മോൻ ഒറ്റയ്ക്കാവും ഇവിടെ. പിന്നെ അവന്റെ ഓണമൊക്കെ ഒന്നും ഒരു ഇതാവില്ല. എന്നെ എല്ലാരും വിളിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ആരെങ്കിലും സംസാരിക്കാണ്ടോ? മാജിക് മോർണിംഗ്. പറഞ്ഞോളൂ മാജിക് മോർണിംഗ് പറഞ്ഞു. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. സൂപ്പർ ആയിട്ടുണ്ട്. ഞാൻ എള്ളെണ്ണ തേച്ച് കുളിച്ചിട്ടുണ്ട് ഡെലിവറി ടൈമിൽ. നന്നായി മുടി വളരും. അതാണ് എനിക്ക് അപ്പം ഓർമ്മ വന്നത്. അമ്മ വീട്ടിലുണ്ടാക്കിയിട്ട് വെളിച്ചെണ്ണയും എള്ളും കൂടി കൂട്ടിയിട്ടാണ്, അതായത് ആട്ടിക്കഴിഞ്ഞതിന് ശേഷം രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് തലയിൽ തേച്ചിരുന്നത്. അല്ലെങ്കിൽ ഭയങ്കര കട്ടി വരും. എള്ളെണ്ണ മാത്രമാണ് തലയിൽ തേക്കുന്നതെന്നുണ്ടെങ്കിൽ തല ഇങ്ങനെ ഭയങ്കര കട്ടി വരും. അപ്പൊ രണ്ടും കൂടി സമം ചേർത്ത് മിക്സ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മുടി വളരും. ഇപ്പം അതൊന്നും ഇല്ല കേട്ടോ, മുടിയൊന്നുമില്ല. തീരുമാനമായി. എന്തായാലും വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. സൂപ്പർ. താങ്ക് യു. കഴിഞ്ഞോ? റസാഖ് സർ, ഗുഡ് മോർണിംഗ്. ഓക്കെ, താങ്ക് യു റസാഖ് സർ. അത്രയും നല്ലൊരു ഇതിലല്ലാത്തതുകൊണ്ടാണ് ഞാൻ അപ്പം സാറിന് മെസ്സേജ് അയച്ചത്. ബട്ട് ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാനപ്പം ആലോചിച്ചത്, എനിക്ക് എള്ള് അങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കറുത്തെള്ള് ഞാൻ അങ്ങനെ കഴിക്കും. കുറേ മുൻപേ അങ്ങനെ കേകി ഉണക്കി ഉണ്ടാക്കി തരും ഉമ്മ. അപ്പം റസാഖ് സാർ കല്ല് കളയുന്നതൊക്കെ പറഞ്ഞല്ലോ, അങ്ങനെ തന്നെ ചട്ടിയിലിട്ട് അരച്ച് ഇതാക്കി ഉണക്കിയിട്ടൊക്കെയാണ് ചെയ്യല്. ഇപ്പൊ പിന്നെ ഞാൻ തന്നെ എനിക്ക് മടിയായതുകൊണ്ട് ഷോപ്പിൽ നിന്ന് വാങ്ങണ അങ്ങനെ തന്നെ ചിലപ്പോൾ കഴിക്കലാണ്. അപ്പം അതുകൊണ്ട് എന്താണെന്ന് ഞാൻ ഇങ്ങനെ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് കുറേ കാര്യം മനസ്സിലായി. അപ്പൊ എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു. എല്ലാരും ഫീഡ്ബാക്ക് ഒക്കെ പറഞ്ഞു കഴിഞ്ഞോ? കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി ആരെങ്കിലും? ഓക്കെ.
ഓക്കെ, അപ്പൊ ഇനി ആരും ഇല്ല? സാറേ അതിന്റെ അനുപാതം ഒന്ന് പറഞ്ഞു തരുമോ? ഈ സാറ് പറഞ്ഞില്ലേ എള്ളും ചുക്കും കൽക്കണ്ടവും കൂടി പൊടിക്കണം, അതിന്റെ എങ്ങനെയാ അതിന്റെ അനുപാതം, അതിന്റെ അളവ് എങ്ങനെയാ? 1 കിലോ എള്ളിലേക്ക് 400 കൽക്കണ്ടം, 50 ഗ്രാം ചുക്ക്. അല്ല, അത് അളവ് കുറവാണെങ്കിലോ സാറേ? ഇപ്പം 100 ഗ്രാം അങ്ങനെയൊക്കെ ആണെങ്കിലോ? കമ്മിയാക്കാം, കുറവാക്കാം. 1 കിലോക്ക് 400 ആണെങ്കിൽ 1/2 കിലോന് 200, 1/4 കിലോന് 100, അങ്ങനെ ഓ ശരി. ഓക്കെ. എത്ര ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കാം. 1 കിലോന്റെ കണക്ക് 1 ഓക്കെ. കിലോ വേണമെന്നില്ല. 5 കിലോനാണെങ്കിൽ അങ്ങോട്ട് കൂട്ടാം, ചെറുതാണെങ്കിൽ ഇങ്ങോട്ട് കുറയ്ക്കാം. ഓക്കെ. 1 കിലോ സാറേ ഉണ്ടാക്കിക്കോളി. എള്ള് കഴിച്ചാ വണ്ണം വെക്കുന്നാണോ പറയുന്നത്? വണ്ണം വെക്കും, തടി ഉണ്ടാവും, ശരീരം കൂടും. വണ്ണം വേണ്ട, വണ്ണം വേണ്ട. തടി കുറയ്ക്കാനാ നോക്കണേ. തടി കൂടും. അതിലെന്തെങ്കിലും ഒഴിവാക്കിയാല്, കൽക്കണ്ടം ഒഴിവാക്കിയാല് കഴിക്കാൻ പറ്റുമോ അങ്ങനെ? എള്ളിന് ഒരു പ്രത്യേകത ഉണ്ട്. എള്ള് എണ്ണ ഉള്ള ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ തടി കൂടുകയും. പക്ഷെ അങ്ങനെ പെട്ടെന്ന് കൂടുന്നില്ല, നിങ്ങൾ പേടിക്കണ്ട. 1 കിലോ കഴിച്ചു വെച്ചിട്ടൊന്നും കൂടില്ല, കുറച്ച് കഴിക്കേണ്ടി വരും. ബ്ലഡ് കുറവുണ്ട്, പക്ഷെ തടിയൊക്കെ ഉണ്ട്. തടി കൂട്ടണം എന്ന് ആഗ്രഹമില്ല. എള്ള്, രായി ഒക്കെ ഉപയോഗിക്കാം. ബ്ലഡിന് രായി ആയാലും മതി. രായിയാണ് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ബ്ലഡ് കൂടാൻ. ഓക്കെ സാർ, താങ്ക് യു. അപ്പൊ ശരി, മുഫീദ വൈൻഡപ്പ് ചെയ്തു. ഓക്കെ സർ. അപ്പം ഇന്ന് നമുക്ക് അത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് സാർ എടുത്തത് അല്ലേ? ഇന്നലെ ടോപ്പിക്കിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഓഫീസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതെന്താ വായിക്കുക, ഇതെങ്ങനെ പറയാന്നുള്ളത്. അപ്പം ഞാൻ അന്നേരം പറഞ്ഞു ചെയ്തു, ഞാൻ റസാഖ് സാറെ ഇൻവൈറ്റ് ചെയ്തിട്ട് റസാഖ് സാറോട് എന്നെ ടോപ്പിക്ക് പറഞ്ഞു. ഞാൻ അന്നേരം പറഞ്ഞു, പക്ഷേ എനിക്ക് തന്നെ ഇന്ന് ടോപ്പിക്ക് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു മോർണിംഗിൽ. സോ നല്ല രീതിയിൽ തന്നെ റസാഖ് സാർ ഇന്നത്തെ ഈ ഒരു സെഷൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു റസാഖ് സർ, താങ്ക് യു സോ മച്ച്. പിന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ലീവ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു.